ഹായ്, ഇന്ന് വോയിസ് ഓഫ് ജാബിർഷയിൽ നിങ്ങൾക്ക് മുന്നിലുള്ളത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ സ്വദേശിയായ ആഷിഖയ്ക്കാണ്. നല്ല പാട്ടുകാരനാണ്. ഇക്കാൻ്റെ പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൽപ്പറ്റയിലെ വെയർ ഹൗസിന് സമീപത്തുള്ള കാസ ഡി കാമ്പോ റിസോർട്ടിലാണ്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. सोचेंगे तुम्हें प्यार करके नहीं, ये दिल भी करार करके नहीं, ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, ख्वाबों में छुपाया तुमको, यादों में बसाया तुमको, मिलोगे हमें तुम जानम कहीं ना कहीं, सोचेंगे तुम्हें प्यार करके नहीं, ये दिल भी करार करके नहीं. സോറുമായെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സോറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സൂറുമയെഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, സൂറുമയെഴുതിയ മിഴികളെ. ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ, സൂറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സൂറുമയെഴുതിയ മിഴികളെ. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ, ഇലാഹിൻ്റെ കുതിരത്തൊന്നിശലോടെ പാടാം. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ, ഇലാഹിൻ്റെ കുതിരത്തൊന്നിശലോടെ പാടാം. പ്രപഞ്ചാധിപതിക്കെന്നും സുജൂദിൽ ഞാൻ വീണ്, പ്രകൃതിയെ കുളിർപ്പിച്ച് തസ്ബീഹ് ചൊരിഞ്ഞേ. പ്രപഞ്ചാധിപതിക്കെന്നും സുജൂദിൽ ഞാൻ വീണ്, പ്രകൃതിയെ കുളിർപ്പിച്ച് തസ്ബീഹ് ചൊരിഞ്ഞേ. ഇശാമുല്ല മണം വീശും ഇളം കാറ്റേ നീവാ, ഇലാഹിൻ്റെ കുതിരത്തും നിശലോടെ പാടാം. ആഷിഖ, എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല സുഖമായിരിക്കുന്നു.
അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. എന്താ ചെയ്യുന്നപ്പോൾ? ഞാനിപ്പോൾ ഒരു ലോഡ്ജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൽപ്പറ്റ അല്ലേ? എവിടെയായിട്ട്? ബൈപ്പാസിൽ നമ്മൾ കൽപ്പറ്റ മറ്റേ എൽ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് ബൈപ്പാസിൽ. പാട്ടാണ് ലൈഫ് അല്ലേ? സത്യം. ആദ്യകാലങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പാട്ടിനോട് ഇഷ്ടമായിരുന്നു, പാട്ട് കേൾക്കാനും പാടാൻ. പക്ഷേ എല്ലാവരുടെ ഇടയിൽ പാടുന്നതിന് ഭയങ്കര ഒരു മടിയായിരുന്നു. പിന്നെ ജീവിതത്തിന് വേണ്ടി ഗൾഫിലേക്ക് പോയി കുറേ കാലം അവിടെ നിന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അതിനുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ തിരിച്ച് റിട്ടേൺ വന്നതിന് ശേഷം ഒരു 10 വർഷമായിട്ടാണ് ഇപ്പം ഇതിലേക്ക് പാട്ടിൻ്റെ മേഖലയിലേക്ക് തിരിച്ച്. അത് മാത്രമല്ല കേട്ടോ, ആഷിക്ക് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഓൾഡ് വോയിസോ എന്തോ ടീമിൻ്റെ പേര്? ഓൾഡ് വോയിസ് വയനാട് നിന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഞങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുണ്ടാക്കിയതാണ്. നിങ്ങൾ ഒത്തുകൂടുമല്ലോ ഇടയ്ക്ക്? ഞങ്ങൾ മാസത്തിലൊരു ദിവസം എല്ലാവരും കൂടി ഒത്തുകൂടും. എന്നിട്ട് പാട്ടിനോട് സ്നേഹിക്കുന്ന ആൾക്കാരും പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഓൾഡ് വോയിസ് വയനാട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഗ്രൂപ്പിൽ പിന്നെ ഇതിനോട് റിട്ടയർഡ് ആയിട്ടുള്ള ഇപ്പം ഒരുപാട് ആളുകൾ, പ്രായം ചെന്ന ആളുകളും പിന്നെ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡായ ആളുകളൊക്കെ ഉണ്ട്, വീട്ടിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കേണ്ട എന്നുള്ളൊരു ഇതിലൂടെ സംഘടിപ്പിച്ച് അങ്ങനെയുള്ളൊരു കാര്യം സ്ട്രെസ് കുറക്കാനുള്ളതും പിന്നെ വേറെ അതുപോലെ മയക്കുമരുന്ന്, മദ്യം ഇങ്ങനത്തെ ഇതിലേക്കൊന്നും പോകാണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാട്ടാണ് ലഹരി. ആ ഒരു ലഹരിയും കൂടി പാട്ടാണ് നമുക്കൊക്കെ ലഹരി. അപ്പോൾ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ. ഓക്കെ അടിപൊളി. ഏതായാലും ഒരു 100 ചില ആൾക്കാർ 150ൻ്റെ മുകളിൽ ആളുകൾ ഇപ്പോൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതുപോലെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, പരിപാടികൾ കിട്ടിയാൽ നമ്മളിതിലുള്ള ആളുകളിനെ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. എല്ലാവർക്കും നല്ല പാട്ടിനോട് ഇഷ്ടമാണ്. പക്ഷേങ്കിലും ഈ പുറത്ത് മൈക്കൽ വെച്ച് പാടുന്നതിനൊക്കെ എല്ലാവർക്കും മടിയായിരുന്നു. ഇപ്പം ഇങ്ങനെ വന്നതിന് ശേഷം എല്ലാവരും ഒരു ധൈര്യമായി. ഓക്കെ. അപ്പോൾ ആഷിക്ക പറഞ്ഞ പോലെ ആഷിക്കാൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഓൾഡ് വോയിസിൻ്റെ ഒരു ടീമുണ്ട്, ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. അതിൽ കുറേ ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രോഗ്രാം ചെയ്യുന്നവരാണ്. ഈ വീഡിയോ കണ്ടാൽ ആഷിക്കാനും ടീമിനെയൊക്കെ പ്രോഗ്രാമിന് വിളിക്കുക. നല്ല നല്ല സിംഗേഴ്സ് ഉണ്ടായിൽ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട്. വരും ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.